بسم الله الحمد لله والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين والعاقبة للمتقين فلا عدوان إلا على الظالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്ത് ഫാത്തിഹ അതിൻ്റെ ഇസ്തിആദത്തുമായി ബന്ധപ്പെട്ട ഭാഗമാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കി വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ അള്ളാഹുവിനെ കുറിച്ചാണ് പറഞ്ഞത്. ആരാണ് നമ്മുടെ അള്ളാഹു? ചെറിയൊരു ഭാഗം. അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരാൾ അള്ളാഹുവെ വിട്ട് മറ്റൊരാളുടെ അടുക്കിലേക്ക് പോകില്ല. കാരണം ആരാണ് അള്ളാഹു എന്ന് മനസ്സിലായ പിന്നെ അള്ളാഹു അല്ലാത്ത ആൾക്കാർ ആരാന്ന് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും ശുഹദാക്കളും ഒക്കെ അള്ളാഹുവിന് വേണ്ടിയിട്ട് തങ്ങളുടെ ജീവിതം സമർപ്പിച്ചവരാണ്. അള്ളാഹു പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് മറ്റൊരു വാക്കുകൾക്ക് അവർക്ക് പ്രാധാന്യമല്ല. റബ്ബ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതങ്ങ് സ്വീകരിച്ചിരുന്ന ആളുകൾ. അതുപോലെ തന്നെ അള്ളാഹുവോട് അങ്ങേയറ്റത്തെ ഇഷ്ടം വെച്ച് പുലർത്തിയിരുന്ന ആളുകൾ. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബല്ലില്ലാ എന്ന് പറഞ്ഞു. അപ്പോ ഇങ്ങനെ അള്ളാഹു നമ്മൾ മനസ്സിലാക്കി. എനിക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അപ്പോ ആ രണ്ട് ചോദ്യത്തിന് ഉത്തരം എനിക്ക് കിട്ടണം. ഒന്ന്, അള്ളാഹു എവിടെയാണ്? ആ എവിടെയാണ് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ പറഞ്ഞിരുന്ന തെളിവുകളിൽ ഒരു തെളിവ് എന്താണ്? ഏതെങ്കിലും ഒരു തെളിവ് പറഞ്ഞാൽ മതി. ഓക്കെ, എന്നാ അതിന് ഉത്തരം പോന്നോട്ടെ. അള്ളാഹു ഏഴ് ആകാശങ്ങൾക്ക് മുകളിലാണ്. യെസ്. അതിന്റെ തെളിവ് എന്താ? തെളിവ് പ്രവാചകൻ സ്ഥിരീകരിച്ചതാണ്. ഒരു സ്ത്രീയുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ആകാശത്തിലോട്ട് വിരലുയർത്തി കാണിച്ചു. അപ്പം സദഖത്ത എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരീകരിച്ചാണ്. ഓക്കെ, ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി അല്ലേ? ഒരു ആട്ടിടയായ പെൺകുട്ടി. ശരി. എല്ലാവരും മനസ്സിലാതെ ഉണ്ടാവും അള്ളാഹു എല്ലായിടത്തുമില്ല. കാരണം നമ്മളെ അഖീദയുടെ വിശ്വാസത്തിന്റെ വക, മുസ്ലിമിന്റെ വിശ്വാസവും അല്ലാത്തവരുടെ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസമാണത്. അള്ളാഹിനെ കുറിച്ച് അവരുടെ ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് പറയും അല്ലെ? അങ്ങനെ വിശ്വാസം മുള്ളിലും അതുപോലെ തന്നെ മുരിക്കലും ഒക്കെ എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ നമ്മുടെ മലയാളത്തിലുണ്ട്. എന്നാൽ വിശ്വാസികള് അല്ലെങ്കിൽ സത്യവിശ്വാസികൾ മുസ്ലിമീങ്ങൾ അള്ളാഹിനെ കാണുന്നത് അള്ളാഹു എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം അള്ളാഹു ഫിസ്സമ, ഉപരിയിലാണ്, അല്ലെ ആകാശലോകത്താണ് എന്നുത്തരവാണ്. ശരി. രണ്ടാമത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹവും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദെ നീ ഞങ്ങളെ കൂടെ കൂടിക്കോ എന്നും ആ രണ്ട് സമൂഹവും പറയാനുള്ളൊരു കാരണം എന്താണെന്നുള്ളത് പറഞ്ഞിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദ്യമായി ചോദിക്കുന്നത്. എന്താണ് അള്ളാഹു അവര് രണ്ടു കൂട്ടരും അങ്ങനെ പറയാനുള്ള ഒരു കാരണമായി പറഞ്ഞത് ഓർമ്മണ്ട?
ഓർമ്മണ്ടോ? ആരെങ്കിലും ഒരാള്? ഹലോ, ഹലോ, ഞാൻ പറയണ കേൾക്കുന്നില്ലേ? കണ്ടിന്യൂ ചെയ്യാം. യെസ് യെസ്. തന്നെ ആർക്കും ഓർമ്മല്ല തോന്നണം അല്ലേ? ശരി, നമ്മുടെ നാസർക്കല്ലേ എന്ന്? നാസർക്കാട് ഉണ്ടല്ലോ അല്ലേ? തുടങ്ങി എത്തി ഇൻഷാല്ലാ. എന്റെ കുപ്പാടത്തന്നെ. അസ്സലാമു അലൈക്കും സാർ. ഓക്കെ, വലൈക്കും സലാം. ഓക്കെ, പിന്നെ അപ്പോ അതിന് ഉത്തരം വമാ ഖദറുല്ലാഹി ഹഖ്ക ഖദരിഹി എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട മുറപ്രകാരം അവർ മനസ്സിലാക്കിയില്ല, അതുകൊണ്ടാണ് ഇസ്ലാമിന് തെറ്റിപ്പോകാനുള്ള കാരണം എന്നാണ്. അപ്പോൾ ആരും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവർ ഇസ്ലാമിന് തെറ്റിപ്പോകും, ശരിയായ ആദർശത്തിന് തെറ്റിപ്പോകും, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ തെറ്റിപ്പോകും എന്നർത്ഥം. ശരി, പിന്നെ മൂന്നാമതൊരു കാര്യം എന്താ വെച്ചാൽ അള്ളാഹു എന്നുള്ളത് എപ്പോഴാണ് അല്ലാഹു അല്ലെങ്കിൽ ലില്ലാഹി എന്നൊക്കെ നമ്മൾ പറയാം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത്. അള്ളാഹു എന്നുള്ളതിന് പകരം ലാഹു ലാഹി എന്നൊക്കെ ഇപ്പൊ പറയും. വേഗം പറയും, സമയമല്ല നമുക്ക്. അഷ്റഫ് ഖാൻ നിങ്ങൾ പറഞ്ഞോളി, കുഴപ്പമില്ല. വേറെ ആരും പറയില്ലേ? അള്ളാഹു തന്നെ നിങ്ങളൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ വിളിച്ച പേരാണ് അള്ളാഹു. ഇസ്മുൽ ജലാലാണ്. അതല്ല ഞാൻ ചോദിച്ചത്, എപ്പോഴാണ് അള്ളാഹു എന്നുള്ളതിനെ ലാഹി അതുപോലെ ലാഹു എന്നൊക്കെ പറയുമ്പോൾ ഖൗമൻ ഇല്ലാഹു ഫില്ലാഹി ലില്ലാഹി ബിസ്മില്ലാഹി എന്നൊക്കെ പറയില്ലേ? അവിടെ ഒന്നും നമ്മൾ അള്ളാഹു എന്ന് പറയാറില്ലല്ലോ, എന്താ കാരണം? മറന്നുപോയോ? മറന്നുപോയോ? ഇസ്മുൽ ജലാൽ. യെസ്, ജലാലാണ് നമ്മൾ പറഞ്ഞല്ലോ. മറക്കരുത്, ഇനി മറക്കരുത്. എപ്പോഴാ അല്ലാഹു ലാഹി ആ അള്ളാഹു എന്നുള്ള കെലിമത്തിന്റെ ആ വേർഡിന് മുമ്പിൽ കെസർ വന്നാല് ഫി ലില്ലാഹി ലി എന്നൊക്കെ വരുമ്പോ കെസറാണ് അല്ലേ? ആ കെസറിന് ശേഷം അള്ളാഹു എന്നുള്ള ലാഹു ലാഹി എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ തൻവീനു ശേഷം മറ്റൊന്ന് കെസറിന് ശേഷം സുക്കൂനും അതിനുശേഷം അള്ളാഹുന്ന കലിമത്ത് വരിക. അതുപോലെ തന്നെ തൻവീന് ശേഷം അല്ലാഹു എന്ന് വരിക. അപ്പൊ കൗമൻ അള്ളാഹു എന്ന് പറയാതെ കൗമനി, ആ തൻവീനെ നൂനാക്കി മാറ്റി കെസറ് കൊടുത്തിട്ടാണ് ഉച്ചരിക്കുക. കൗമനില്ലാഹു, കൗമൻ അള്ളാഹു എന്നാണെങ്കിലും. ഓക്കെ, ശരി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളതിലെ ഷെയ്ത്വാനുർ റജീം എന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷെയ്ത്വാൻ അർ റജീം, റജീമായ ഷെയ്ത്വാൻ എന്നാണ്. നമ്മൾ അള്ളാഹുവോട് ശരണം തേടാൻ. എന്തെന്ന്? റജീമായ ഷെയ്ത്താൻ. എന്താ റജീം എന്ന് പറഞ്ഞാൽ? റജീം എന്ന് പറഞ്ഞാല് ആട്ടപ്പെട്ട, എറിഞ്ഞോടിക്കപ്പെട്ട, ശാപത്തിന് വിധേയനായ എന്ന രൂപത്തിലൊക്കെയാണ് അതിന് അർത്ഥം കൽപ്പിക്കപ്പെടുന്നത്. മൽഊനായ ഒരാളാണ്, ഒരു സൃഷ്ടിയാണ് ശൈത്താൻ. അള്ളാഹുവിന്റെ ശാപം, ലഅനത്തുല്ലാഹി അലൈഹി എന്നാണ് പറയാ. അള്ളാഹ് അവരെ ശപിച്ചിട്ടുണ്ട് എന്ന്. അപ്പൊ റജീം, റജ്മ നമുക്കറിയില്ല, എറിഞ്ഞു കൊല്ലണേ അറിയാം. വ്യഭിചരിച്ച ആളുകളെ എറിഞ്ഞു കൊല്ലണേന്ന് അറിയാം റജ്മ് അല്ലേ? ആ എറിഞ്ഞ് ആട്ടപ്പെട്ട, ആട്ടി ഓടിക്കപ്പെട്ട എന്നർത്ഥത്തിലാണ്. അപ്പോ ആട്ടി ഓടിക്കപ്പെട്ട പിശാച്ച് ഷൈത്വാൻ, അവനൊന്നും പടച്ചോനെ ഞങ്ങൾക്ക് രക്ഷ തരണം എന്നാണ് ഈ പറയുന്നത്. ശരി,
അതില് ത്വ എന്നൊരു കെലിമ ഷെയ്ത്വാൻ, അത് പല ആൾക്കാർ ഷെയ്ത്താനി എന്ന് പറയാറുണ്ട്. ഷെയ്ത്താനി അത് പറയാൻ പാടില്ല. ഷെയ്ത്താനി. ആ ത്വ എന്നുള്ളത് എവിടുന്നാ ഉച്ചരിക്കണത്? ത്വ എന്ന് ഉച്ചരിക്കുന്ന സ്ഥലം നോക്കി നിങ്ങള്. മുകളിൽ നിന്ന്, മുൻപല്ലിന്റെ മുകളിൽ നിന്ന് തോ തോ. ആ, മുൻപല്ലിന്റെ ഇവിടെ സ്ക്രീനിൽ കണ്ടപ്പോ ഒരു വൈബ്രേഷന്റെ ഒരു ഇത് കണ്ടോ? ത്വ, ആ കറക്റ്റ് പോയിന്റ് കൊടുക്കുന്ന സ്ഥലം കണ്ടോ? ത്വ, നാവിന്റെ അറ്റല്ല, അറ്റത്തിന് നേരെ മുകൾ ഭാഗം. അത് നമ്മൾ മേലെ പല്ലിന്റെ മുരടിന്ന് കുറച്ച് മേലോട്ട് കയറിയിട്ട് ഉച്ചരിക്കണം. ത്വ ത്വ അല്ലേ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ടാൾക്കാര് ത്വ 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 അല്ലേ? ആ, അഹ്സൻ. ചില ആളുകള് ഷെയ്ത്താനി എന്ന് പറയും. ഷെയ്ത്താനി അല്ല, ചാവും ത്വാവും തമ്മിലുള്ള വ്യത്യാസമാണ്. ത്വ ത്വയ്യീബ്, ഇന്നല്ലാഹ ത്വയ്യീബ് എന്നൊക്കെ പറയും നമ്മള്. സൗദികളൊക്കെ പറഞ്ഞില്ല ത്വയ്യീബ് ത്വയ്യീബ് എന്ന് പറഞ്ഞില്ലേ? അത്വ അത് വരുന്ന സ്ഥലം മുൻപല്ലിന്റെ മുരടെന്ന് ലേശം അങ്ങോട്ട് മേലോട്ട് മാറിയിട്ട്, അതുപോലെ തന്നെ നാവിന്റെ പറ്റ തുമ്പല്ല, അതിന്റെ ലേശ ഒരു മുകൾ ഭാഗം, അത് രണ്ടു ഭാഗം തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം ത്വ 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 അല്ലേ? അപ്പൊ നാവിന്റെ നടുഭാഗം ഒന്ന് കുനിയും. നാവിന്റെ നടുഭാഗം ഒന്നിങ്ങനെ ഒരു താഴ്ച, ഒരു കുഴി വരും, ചെറിയൊരു കുഴി വരും. ത്വ. അപ്പൊ കറക്റ്റ് ഉച്ചാരണമായിട്ട് വരും. തലഫുദ് അല്ലെ? പ്രൊനൗൺസിയേഷൻ വളരെ ഉഷാറാവും. ശരി, ഇതാണ് ത്വ. ഇനി ഇത് മറക്കരുത്. എവിടുന്നാണ് ത്വ വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം. ഇനി ഒരാൾ അഹമ്മദ് ബില്ലാഹിമിനെ ഷെയ്ത്താനി എന്ന് പറയുമ്പോൾ അയാൾക്ക് തിരുത്തി കൊടുക്കണം. അപ്പൊ അദ്ദേഹത്തിന് എത്ര പറഞ്ഞാലും മനസ്സിലാവും ഇത് എവിടുന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാവണം. ത്വ എന്ന് വരുമ്പോൾ എന്തായാലും നാവിന്റെ സെൻട്രൽ ഭാഗം ഒന്ന് കുനിയും. അതുപോലെ തന്നെ മേൽപ്പല്ലിന്റെ മുകൾ ഭാഗത്ത് ആ മുരടിന് ലേശം ഒന്ന് കയറിയിട്ട് നാവിന്റെ പറ്റ തുഞ്ചല്ല, അറ്റമല്ല, അതിന് ലേശം ഒരു മുകളിൽ ഈ രണ്ട് ഭാഗങ്ങളും തമ്മിൽ ടച്ച് ചെയ്യുക. ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഓക്കെ, ഷെയ്ത്വാൻ എന്നാണ്. ഇനി ഈ ഷെയ്ത്വാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു. ഷെയ്ത്വാനെ കുറിച്ച് നമ്മൾ അറിയണം, നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ഷെയ്ത്വാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന അടുത്ത് പല അബദ്ധങ്ങളും അപാകതകളും സംഭവിക്കാറുണ്ട്. ചില ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ് ഷെയ്ത്വാനെ കുറിച്ച്. ഷെയ്ത്വാൻ എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര പേടിയാണ്. ഒരു മൂർഖമ്പാവനെ പേടിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ ഒരു വലിയൊരു ബോംബ് പൊട്ടിത്തെറിക്കണത്, എത്ര ഒരു ബോംബ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലുള്ള പേടിയുണ്ടല്ലോ, അതുപോലൊക്കെ ഭയങ്കര പേടിയാണ്. സത്യത്തിൽ അങ്ങനെ പേടിക്കേണ്ട ഒരു സാധനയേ അല്ലത്. പിന്നെന്താ? എന്നാ പേടിക്കണ്ടേ? ഷെയ്ത്വാൻ എന്ന് പറയുന്ന അസ്തിത്വത്തെ അല്ല, മറിച്ച് ഷെയ്ത്വാൻ നമ്മളിൽ ഉണ്ടാക്കുന്ന ഫിത്നകളെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ആ ഫിത്നയിൽ അകപ്പെടുമോ എന്നാണ് പേടിക്കേണ്ടത്. ഷെയ്ത്വാൻ എന്ന അസ്തിത്വത്തെ അല്ല. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ ആരും ഷെയ്ത്വാനെ പേടിച്ചിട്ടില്ല. എനിക്ക് ഷെയ്ത്വാനെ പേടിയാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഷെയ്ത്വാനെ പേടിക്കുന്നു എന്ന് പറഞ്ഞ സംഭവം തന്നെ സ്വഹാബത്തിന്റെയോ താബിയങ്ങളുടെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ പ്രവാചകന്മാരുടെയോ ജീവിതത്തിലില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഷെയ്ത്വാൻ എന്ത് ചെയ്തു എന്നറിയങ്ങള്? കഴുത്തിനിട്ട് പിടിച്ചിട്ട് ആ പിടുത്തത്തിന്റെ ഊക്കൊണ്ട് നാവ് കണ്ട് പുറത്തേക്ക് വന്നു എന്നാണ് ഹദീസിലുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സധൈര്യം നേരിട്ടേക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു നടന്നു വരുന്ന വഴിയിൽ ഷെയ്ത്വാൻ ഉണ്ടെങ്കിൽ ഷെയ്ത്വാൻ മാറിപ്പോകുമായിരുന്നു. ഞാൻ അത്രയേ ഉള്ളൂ ഷെയ്ത്വാൻ, ഒന്നുമില്ല. അപ്പോ പേടിക്കുന്ന സംഭവമല്ല. കാരണം നമ്മൾ ഈ ഷെയ്ത്വാൻ എന്ന് പറയുമ്പോൾ അത് രണ്ട് രൂപത്തിലാണ് ഷെയ്ത്വാൻ എന്ന പ്രയോഗം. ഒന്ന് ജിന്നിൽപ്പെട്ട ഷെയ്ത്വാനെയും ഇൻസിൽപ്പെട്ട ഷെയ്ത്വാനുണ്ട്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്ന്. അല്ലാഹ് പറയാണ്, എല്ലാ പ്രവാചകന്മാർക്കും ജിന്നിലും ഇൻസിലും പെട്ട ഷെയ്ത്വാന്മാരെ ശത്രുക്കളായി ഉണ്ടായിട്ടുണ്ട് എന്നാണ്.
ജിന്നിലും ഇൻസുലും. അപ്പൊ രണ്ട് ടീമിലും ജിന്നിലും ഇൻസുലും എന്തുണ്ട്? ഷെയ്ത്വാന്മാരുണ്ട്. ഈ ജിന്നിലെ ഷെയ്ത്വാനെയാണ് നമുക്ക് പേടി. നമ്മള് ഇൻസിലെ ഷെയ്ത്വാനെ നമ്മൾ അധികാരം കണ്ടാലും പേടിക്കും. എന്താ? ഈ പോക്കിരികൾ, അല്ലെങ്കിൽ എന്താ പറയാ, അള്ളാഹുവിന് ധിക്കാരം പ്രവർത്തിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ പ്രശ്നങ്ങളും ഫിത്നകളും ഉണ്ടാക്കുന്ന വളരെ വൃത്തികെട്ട മനുഷ്യന്മാരെ, തമ്മാടികൾ എന്ന് പറയും ഷെയ്ത്വാൻ. അതുപോലെ തന്നെ ചില ജീവജാലങ്ങളുടെ ഷെറു കൊണ്ട് അവരെ ഷെയ്ത്വാന്ന് വിളിച്ചിട്ടുണ്ട്. കറുത്ത നായനെ ഷെയ്ത്വാന്ന് വിളിച്ചിട്ടുണ്ട്. അത് ജിന്നിൽപ്പെട്ട ഷെയ്ത്താൻ ഇങ്ങനെ വരിക എന്നല്ല അർത്ഥം. അത് പച്ച നായൻ. പക്ഷെ അതിന്റെ ഷെറ് നമ്മൾ വിചാരിക്കുന്നത് അപ്പുറത്തായിരിക്കും. എന്നാൽ ഒരു പക്ഷേ ഷെയ്ത്താൻ ഇങ്ങനെ രൂപം മാറാൻ പറഞ്ഞ ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. അപ്പോ ഷെയ്ത്വാൻ എന്ന് പറഞ്ഞാൽ ജിന്നിൽപ്പെട്ട ജീവജാലങ്ങളും ജിന്നുകളും അതുപോലെ തന്നെ മനുഷ്യരിലും ഉണ്ട് ഷെയ്ത്വാൻ. അത് ആശയതലത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ജിന്നിൽപ്പെട്ട ഷെയ്ത്വാനെയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ആ ഷെയ്ത്വാൻ അവനെയാണ് അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് സൃഷ്ടിച്ചിട്ടുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് സൃഷ്ടിച്ചിട്ടുണ്ട് ഈ ഷെയ്ത്വാനെ. ഇബ്ലീസ് എന്നാണ് മറ്റൊരു പേര്. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ. ഇബ്ലീസ് അല്ലാത്ത എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സുജൂദ് ചെയ്തു എന്ന് പറഞ്ഞു. അള്ളാഹു ആദം നബിക്ക് സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഇബ്ലീസ്, അങ്ങനെയാണ് അള്ളാഹു അവനെ പേര് വിളിച്ചത്. എന്നാൽ ഈ ഇബ്ലീസിന്റെ പേര് വേറെ എന്തൊക്കെയായിരുന്നു എന്ന് വേറെ മുഫസ്സിരീങ്ങളും കുറെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു നിർവാഹമില്ല ഇബ്ലീസിന്റെ പേര് അതാണെന്ന് മനസ്സിലാക്കാൻ. അള്ളാഹ് എന്ത് പറഞ്ഞോ അവിടെ നിൽക്കുക. കാരണം ഇബ്ലീസിന്റെ പേരെന്താന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്ലീസിന്റെ പേര് ഇതായിരുന്നു എന്ന് പറഞ്ഞു തന്നിട്ടില്ല. എന്നാൽ ചില ഉസ്താദുമാരൊക്കെ വലിയ പാണ്ഡിത്യം പറയാൻ പല കിതാബുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇബ്ലീസിന്റെ പേര് ഇതാണ് പേര്. അവിടേക്കൊന്നും നമ്മൾ പോകേണ്ട ഒരു ആവശ്യം. എന്തേ? കാരണം ഇബ്ലീസിന്റെ പേര് എന്താണെന്ന് അവർക്ക് ആർക്കും അറിയില്ല. ഈ എഴുതി വെച്ച പണ്ഡിതന്മാർക്കും അറിയില്ല. കാരണം എന്താ? അവരാരും ഇബ്ലീസിനെ കണ്ടിട്ടുമില്ല. ഇബ്ലീസ് അവരോട് എന്റെ പേര് ഇതാണെന്ന് പറഞ്ഞിട്ടുമില്ല. ഇനി അഥവാ വല്ല ഇബ്ലീസും എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞത് വിശ്വസിക്കാനും പറ്റൂല. പച്ച കളവ് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് തന്നെ ഇബ്ലീസിന് എന്താ പേര്? ഇബ്ലീസ്. വേറെ ഏതെങ്കിലും പേരുണ്ടോ? അല്ലാഹു അലം. അള്ളാഹ് പരിചയപ്പെടുത്തിയ എന്താ? ഇബ്ലീസ് എന്നാണ്. വഖാന മിനൽ ജിൻ, അവൻ ജിന്നിൽപ്പെട്ടവനാണ്. അത്ര നമുക്കറിയാം. അപ്പൊ ജിന്നിൽപ്പെട്ട ഇബ്ലീസ് നമുക്കുണ്ടാകുന്ന ഷെറുകളിൽ നിന്നും അള്ളാഹുവോട് നമ്മൾ ശരണം തേടുന്നു എന്നർത്ഥം. ഈ ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞ മറ്റൊരു പേര് ഗറൂർ എന്നാണ് അവനെ വിശേഷിപ്പിച്ചത്. പേര് നല്ല വിശേഷണം. അവൻ പരമവഞ്ചകനാണ്. നിങ്ങളെ വഞ്ചിക്കും. നിങ്ങളെ മാതാപിതാക്കളെ വഞ്ചിച്ചവനാണ്. അതുകൊണ്ട് കരുതിയിരിക്കണം എന്ന് അള്ളാഹു നമ്മോട് പറഞ്ഞു. മഹാവഞ്ചകനാണ് ഇബ്ലീസ്. അതുപോലെ തന്നെ ഷെയ്ത്വാന്മാർ, ഈ ഇബ്ലീസിന്റെ വർഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും ജിന്ന് വർഗത്തിൽപ്പെട്ട മോശപ്പെട്ട ആളുകളാണ് ഈ ഷെയ്ത്വാന്മാർ എന്ന് പറയാം. ഇബ്ലീസിന്റെ കൂട്ടാളികളാണ് അവർ. ഇബ്ലീസാണ് അവരുടെ നേതാവ്. ആ ഇബ്ലീസ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചവനാണ്. അവനെ സംബന്ധിച്ച് റസൂലുള്ളാഹ് കദ്ദാബ് എന്നാ പറഞ്ഞത്. പെരുന്നുണയൻ. കദ്ദാബ് പെരുന്നുണയൻ. അതുകൊണ്ട് ഇബ്ലീസ്, അല്ലെങ്കിൽ ഒരാൾ പറയാണ് ഞാനൊരു ജിന്നിനെ കണ്ട്, എന്നിട്ട് എന്ത് ആ ജിന്നിനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റൂല. കാരണം എന്താ? കദ്ദാബ്, ഗറൂർ, പരമവഞ്ചകനാണ്. പച്ച നുണ പറയും. ഒരാള് പിന്നെ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ചില വിവാദങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ചില ആൾക്കാർ എനിക്ക് മുസ്ലിം ജിന്നിന്റെ സേവ ഉണ്ട്, മുന്നോട് മുസ്ലിം ജിന്ന് ഒരു ജിന്ന് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ജിന്ന് എന്നൊക്കെ പറയാം. പക്ഷെ മുസ്ലിം ജിന്ന് മനുഷ്യന്മാരെ അടങ്ങാറാക്കാൻ വരൂല. അവരെ ഇബാദത്ത് കാര്യങ്ങളായിട്ട് പോവാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഈ മനുഷ്യന്മാരെ പഠിപ്പിക്കാനും മനുഷ്യന്മാരുടെ ഇടയിൽ കാര്യമായിട്ട് ശ്രമിക്കുക കാഫിർ ജിന്ന് എന്ന് പറഞ്ഞാൽ ഷെയ്ത്വാനു എന്ന് നമ്മൾ പറയും. ഇബ്ലീസിന്റെ കൂട്ടാളികൾ. ആ ഇബ്ലീസിന്റെ കൂട്ടാളികൾ പിന്നെ ഇവിടെ ഇന്നൊരു സാധനം ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ സാധനം ഉണ്ട്. ഒരു പാണന്റെയോ പണിക്കന്റെയോ ഉസ്താദിന്റെയോ തങ്ങന്മാരുടെ അടുക്കലേക്കൊക്കെ പോയാൽ അവർ പറയും പിന്നെ ഈ ജിന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് കുഴിച്ചു നോക്കിയാൽ മതി, അവിടെ ഇന്ന സാധനം ഉണ്ടാവും. അതിലൊരു ജിന്ന് പറഞ്ഞിട്ടുണ്ട് ആ ജിന്ന് ഇന്ന സ്ഥലത്തൊരു എന്തെങ്കിലും ഏലസോ മറ്റോ ഉറുക്കോ എന്തെങ്കിലും ദുർമന്ത്രവാദം ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ജിന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് ആ ജിന്ന് വർത്തമാനത്തെ ഒരിക്കലും വിശ്വസിക്കരുത്. ആ ജിന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ആളെ വിശ്വസിക്കരുത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ജിന്ന് സേവ കൊണ്ട് സംസാരിക്കുന്ന ആളുകളെന്ന് പരിചയപ്പെടുത്തി നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞ് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ അറാഫ് അല്ലെങ്കിൽ കാഹിൻ, ഈ രണ്ട് പ്രയോഗ പ്രയോഗിച്ച്, ജ്യോത്സ്യന്മാര്, കണക്ക് നോട്ടക്കാര്, പണിക്കന്മാര്, ഈ ആളുകൾ പറഞ്ഞാൽ ഫഖദ്, തീർച്ചയായും അവൻ വിശുദ്ധ ഖുർആനിൽ കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചതിൽ അവിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ ഈ ശൈത്താന്റെ കൂട്ടാളികളെ, ഈ ജിന്ന് പറഞ്ഞു, ജിന്ന് 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 എന്ന് പറഞ്ഞെടുക്കുന്ന ജിന്നിന്റെ കൂടെ കൂടുന്ന ആൾക്കാരോട് വിശ്വാസികളുടെ സമീപനം എന്താ? ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്, അവൻ മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ചിരിക്കുന്ന വിശുദ്ധ ഖുർആനിൽ, ഇസ്ലാമിൽ അവിശ്വസിച്ചിരിക്കുന്നു. പിന്നെ അവനെ മുസ്ലിം എന്ന് പറഞ്ഞെടുക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് സിഹറിന്റെ ആൾക്കാർ കാഫറുകളാണ് എന്ന് പറഞ്ഞത്. സിഹർ ചെയ്തവൻ കാഫറായി പോയി എന്ന് പറഞ്ഞു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ശൈത്താൻ എന്ന് പറഞ്ഞാൽ അത് അല്പം നമ്മൾ പേടിച്ച് കൊണ്ടൊരു സാധനമല്ല. എന്നാൽ നമ്മൾ ഭയപ്പെടേണ്ടത് അവന്റെ കുതന്ത്രങ്ങളെയാണ്. കാരണം ഒരു സ്വഹാബിയോ ഒരു പ്രവാചകനോ ഒരു താബി ഒരു പണ്ഡിതന്മാരും എനിക്ക് ശൈത്താനും ജിന്നിനും വലിയ പേടിയാണെന്ന് പറഞ്ഞ് നടന്നിട്ടില്ല. ഇന്നും നടക്കൂല. കാരണം വളരെ ദുർബലനാണ്. ഈമാനുള്ള ആളുകളുടെ അടുക്കിലേക്ക് ആ ഈമാന്റെ ശക്തി കൊണ്ട് ഇവരെ പരാജയപ്പെടുത്താൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവര് ജനങ്ങൾക്കിടയിൽ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ, ആ പ്രവർത്തനങ്ങൾ നമ്മൾ എന്തൊക്കെയാന്ന് മനസ്സിലാക്കുമ്പോൾ എന്താ ഇവരുടെ കഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ, ഇപ്പൊ നമ്മളങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും, നമ്മൾ വല്ലാതെ വയലന്റ് ആകും. അപ്പൊ നമ്മളെ നാവുന്ന് എന്തെങ്കിലുമൊക്കെ പുറത്തു വരും. പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് തോന്നും, എന്റെ നാവുന്നത് വരണ്ടില്ലായിരുന്നു. ആരോടാ നമ്മൾ കച്ചറോടാ? ഭാര്യയോടേക്കും. ആരാ ഭാര്യ? നമുക്ക് ഈ ദുനിയാവിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ സ്നേഹിക്കുന്ന, ഏറ്റവും അധികം നമുക്ക് ബാധ്യതയും കടപ്പാടുള്ള മാതാപിതാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഭാര്യയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറെ കടപ്പെട്ട ഒന്നാണ് ആരാണ്? ഭർത്താവ്. ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും? ഒരു എന്താ പറയാ, ആവശ്യമില്ലാത്തൊരു തലത്തിലേക്ക് ഒരാളൊന്ന് താഴ്ന്നു കൊടുത്താൽ മതി. എന്തെങ്കിലും സംഭവിക്കാണ്ടോ? ഇല്ല. എന്തെങ്കിലും ഞാൻ പറഞ്ഞാണ് കേട്ടൂടെ? എന്താ ഞാൻ പറഞ്ഞ കേട്ടാല് എന്താ നിങ്ങൾ പറഞ്ഞാന്ന് കേൾക്കണം, എന്താ എന്റെ അർത്ഥം? ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളായി മാറും. ഇങ്ങനെ മാറുമ്പോൾ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളും ചിലപ്പോൾ അയൽവാസികൾ തമ്മിലായിരിക്കും, ജ്യേഷ്ഠാനുജന്മാർ തമ്മിലായിരിക്കും, വാപ്പയും മകനും ഉമ്മയും ഒക്കെ തമ്മിലായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ചില സംസാരങ്ങളിൽ സ്വഹാബത്ത് പറയാണ്, റസൂലെ, ഞങ്ങൾക്ക് ചില സംസാരങ്ങൾ സംസാരിക്കാൻ ഇങ്ങനെ തോന്നും, പക്ഷേ ഞങ്ങൾ സംസാരിക്കൂല. ഞങ്ങൾ അത് സംസാരിക്കാതെ അതിനെ കുഴിച്ചു മൂടും, അതിനെ ഇല്ലാതാക്കും. അതൊരു വെണ്ണീര് പോലെയായി മാറും. ചിലപ്പോൾ ഞങ്ങൾക്കത് പറയാനുള്ള മടിക്കാരം, പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പറയാമെന്ന് ഇങ്ങനെ വരും എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹി ലദീ റദ്ദ കൈദഹു ഇലൽ വസ്വസ. ഈ വാക്ക് പറഞ്ഞു പോയാൽ ചിലപ്പോൾ ഒരു അടി നടക്കും, അവിടെ ചിലപ്പോൾ ആണെങ്കിൽ കൊലപാതകം നടക്കും. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യങ്ങളിൽപ്പെട്ട കാര്യമായ ത്വലാഖ് നടക്കും. ഭാര്യാഭർത്തൃ ബന്ധം വേർതിരിക്കപ്പെടും. പക്ഷേ ആ വർത്താനം അദ്ദേഹം പറഞ്ഞില്ല. എന്തേ കാരണം? അത് വെണ്ണീര് പോലെയായി മാറി. അതൊരു വെണ്ണീര് പോലെയായി മാറും നബി എന്ന് പറഞ്ഞു. അപ്പോഴാണ് അള്ളാഹു വലിയവനാണ്, അള്ളാഹു എത്ര വലിയവനാണ്. എന്തേ? അൽഹംദുലില്ലാഹില്ലദീ റദ്ദ കൈദഹു ഇലൽ വസ്വസ. വസ്വാസിലേക്ക് അവന്റെ ഈ കെയ്ദിനെ, കുതന്ത്രത്തെ ഒതുക്കിയവനാണല്ലോ റബ്ബേ, നീ നിനക്ക് സർവസ്തുതി. അല്ലെ? അതെങ്ങാനും നാവ് കൊണ്ട് സംസാരിച്ച് പുറത്തു വന്നിരുന്നെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഷെറും പ്രയാസങ്ങളും എത്രയായിരിക്കും. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ അടിമകളായ ഈമാനോടുകൂടെ ജീവിക്കുന്ന ആളുകളുടെ മനസ്സിൽ നിരന്തരം അവർക്കിടയിൽ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പക്ഷേ റഹ്മാനായ റബ്ബ് അവന്റെ അപാരമായ കാരുണ്യം കൊണ്ടും അവന്റെ അടുക്കലുള്ള സംരക്ഷണം കൊണ്ടും വിശ്വാസികളെ സംരക്ഷിക്കും. ചിലപ്പോഴൊക്കെ അള്ള വിധിച്ച വിധിക്ക് അതങ്ങോട്ട് ഒക്കും. അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകും.
എന്നാൽ അത് മാത്രാണോ? ഇല്ല. ഈ ശൈത്താൻ ഉണ്ടാക്കുന്ന കുതന്ത്രങ്ങൾ സഹോദരങ്ങളെ നമുക്കാർക്കും ആലോചിക്കാൻ പറ്റാത്ത അത്രയാണ് ഓരോ കാര്യത്തിലും. പക്ഷെ അതിന്നൊക്കെ നമ്മളെ സംരക്ഷിച്ചു കൊണ്ടുവരുന്നത് ആരാ? അള്ളാഹു ആണ്. അപ്പൊ അതുകൊണ്ട് അവന്റെ ആ കുതന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായി ബോധവാന്മാരാകണം. അതുപോലെ തന്നെ രണ്ടാമത് ശൈത്താൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ത്? നമസ്കാരത്തിൽ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളത്. ഉസ്മാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ നിസ്കരിക്കാൻ നിന്നാൽ അപ്പോ ഹാല ബൈനി വബൈന സ്വലാത്തി വഖിറാഅത്തി, ഞാൻ ഓതുന്ന വിശുദ്ധ ഖുർആനിനും എന്റെ നമസ്കാരത്തിനും ഇടയ്ക്ക് മറ വരും. മറ വരും എന്ന് പറഞ്ഞാല് അശ്രദ്ധയിലാവും. എന്താ ഓതുന്നതെന്നോ ഒരു കൃത്യമായ ഒരു രൂപം കിട്ടൂല. ഇതന്നെയാണ് ചിലപ്പോൾ നമുക്കൊക്കെ ഉണ്ടാവാൻ. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര നിസ്കരിച്ചു എന്ന് അറിയില്ല, എത്ര സമയം ഏതാണ് ഇപ്പോ. ചിലപ്പോൾ ചില സമയത്ത് ചില ആൾക്കാര് ഒരു സൂറത്ത് വേറെ ഏതോ സൂറത്തേക്ക് അങ്ങ് പോകും. ചില ആൾക്കാരൊക്കെ പറഞ്ഞേക്കാം, ഞാനിപ്പോ നിസ്കരിച്ചതിന് എത്രയെന്ന് എനിക്ക് മനസ്സിലായില്ല, അത്ര അശ്രദ്ധയിലാ പോകും. ഇങ്ങനെയുള്ളൊരു പ്രയാസം ഉസ്മാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടായപ്പോൾ നബിയോട് ഒന്ന് പരാജയം, നബിയെ ഇങ്ങനെ ഒരു പ്രശ്നം എന്ത് ചെയ്യും? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാക ശൈത്വാൻ, അത് ശൈത്വാനാണ്. യുഖാൽ ലഹു ഖിൻസബ്, ഖിൻസബ് എന്നാണ് ആ ശൈത്വാന്റെ പേര്. അവൻ അങ്ങനെ പറയപ്പെടുക. അവൻ ഇങ്ങനെ ആളുകളുടെ നമസ്കാരങ്ങളെ അശ്രദ്ധയിലാക്കി പിന്നെ ആളുകളുടെ നമസ്കാരത്തിൽ നിന്ന് അവരുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ഒരു പണിയാണ് അവന്റെ പണി. അങ്ങനെ നിങ്ങൾക്ക് വല്ല അനുഭവം ഉണ്ട്, ഫൈദ അഹ്സസ്തഹു, നീ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ എന്ത് ചെയ്യണം? നിങ്ങൾ അള്ളാഹുടെ അഊദു ബില്ലാഹ് എന്ന് പറയണം. വത്ഫുൽ അലാ യസാരിക സലാസ, നിന്റെ ഇടതുഭാഗത്തേക്ക് നീ 3 തവണ തുപ്പണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് പറഞ്ഞില്ലേ, കഴിഞ്ഞാൽ എന്തൊക്കെ വിഷയത്തിന് തഅവ്വുദ് ചെയ്യേണ്ടത് എന്ന് അഊദു എന്ന് പറഞ്ഞ വിഷയത്തിൽ ഇസ്തിആദത്തിന്റെ സമയത്ത് പറഞ്ഞില്ലേ, അതാണ്. അപ്പോ ഇത് ശൈത്താന്റെ ഒരു പണിയാണ്, മനസ്സിൽ വന്ന് ഇറങ്ങി. അതുകൊണ്ടാണല്ലോ മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് എന്ന് പറഞ്ഞത്. വസ്വാസ് ഉണ്ടാക്കുക, മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ല, എന്നിട്ട് അവിടെ വസ്വാസുകൾ ഉണ്ടാക്കുക, അവന്റെ കൃത്യമായ മനസ്സിന്റെ നിലനിൽപ്പിനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അതിന് കഴിയും ശൈത്താൻ എന്നാണ്. ഇന്ന ശൈത്താൻ യജ്രി മജ്റതം, നമ്മുടെ രക്തധമനികൾക്കുള്ളിലൂടെ സഞ്ചരിക്കാൻ അവന് കഴിയും. അത് അവന്റെ ഒരു കഴിവ്, അള്ളാഹു കൊടുത്ത കഴിവാണ്. അവന്റെ കഴിവല്ല, അള്ളാഹു കൊടുത്തതാണ്. അപ്പോ ഈ കഴിവുകൾക്ക് അവന് കൊടുത്ത കഴിവുകളൊക്കെ ഉപയോഗിച്ച് അവൻ മനുഷ്യന്മാരെ തെറ്റിക്കാൻ പരമാവധി പരിശ്രമിക്കും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അഊദു ബില്ലാഹ് എന്ന് പറഞ്ഞ് അള്ളാഹുവോട് ശരണം തേടണം. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം, ശൈത്താൻ ഇടപെടുന്ന വേറൊരു പ്രശ്നം കുടുംബ ജീവിതത്തിലാണ്. ശരിക്കും മനസ്സിലാക്കണം, നമ്മളെ പൈശാചികമായ ഇടപെടലുകൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ആവശ്യമില്ലാത്ത കിബിർ, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത എന്താ പറയാ, ഞാനാണ് വലുത്, ഞാനാണെന്ന് വലിയ ഒരു ചിന്ത ഉണ്ടല്ലോ, ഇന്ത്യ ഞാൻ പറഞ്ഞു കേട്ടൂടെ, ഇതൊക്കെ ഉണ്ടാവും. ഇത് പിശാച് ഉണ്ടാക്കിക്കൊണ്ട് ഒരു കാര്യമാണ്. നമുക്ക് ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന ഇബിലീസ് നമ്മൾ പറഞ്ഞു പിശാചികളുടെ ശൈത്താന്മാരുടെ നേതാവാണ്. അവൻ യലാ അർശു ഹൽമ, വെള്ളത്തിന്റെ മുകളിലാണ്, കടലിലാണ് അവന്റെ അർശ് വെച്ചത്. ആ കടൽ നമ്മൾ പോയി നോക്കിയാൽ കാണൂല കേട്ടോ, കടൽ തന്നെയാണ്. പക്ഷെ അത് നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന ഒന്നല്ല ശൈത്താൻ എന്ന് പറഞ്ഞാൽ. അവൻ നിങ്ങൾക്ക് അവനെ കാണാത്ത രൂപത്തിൽ അവന് നിങ്ങളെ കാണാൻ പറ്റൂല. ഷെയ്ത്താനെ അള്ളാഹു നൽകിയ സൃഷ്ടിപ്പിലെ ആ അസ്തിത്വത്തിന്റെ ആ രൂപത്തിൽ ഒരിക്കലും, ആ സൃഷ്ടിപ്പിൽ ഒരിക്കലും ഒരു മനുഷ്യനും ഷെയ്ത്താനെ കാണാൻ കഴിയില്ല. നമ്മുടെ കണ്ണിനുള്ള പവറില്ല. എന്നാൽ അവൻ നമ്മളെ കാണും. ഷെയ്ത്താനും അവന്റെ ഒപ്പമുള്ള ഭാരത ഷെയ്ത്താന്മാരെ ജിന്നുകൾ അവർ നമ്മളെ കാണും. നമുക്ക് അവരെ കാണാൻ പറ്റൂല. അവരെ കാണാൻ പറ്റുമെങ്കിൽ അടിച്ചു കൊല്ലൂല നമ്മളവരല്ലേ. അപ്പൊ എന്തായിരുന്നാലും, അപ്പോ അങ്ങനെ നമുക്ക് ഉപദ്രവകാരികളായ ഈ ടീമിനെ കാണാൻ പറ്റൂല എന്ന് പറഞ്ഞു. എന്തായാലും ആവട്ടെ, ഇവന്റെ സിംഹാസനത്തിൽ ഇരിക്കണം. അങ്ങനെ സുമ്മ യബാസുസറായ അവന്റെ രഹസ്യക്കാരെ, അവന്റെ അനുയായികൾ അവൻ പറഞ്ഞയക്കും. എവിടുക്കാ പറഞ്ഞയക്കുക? മനുഷ്യർക്കിടയിലേക്കാ പറഞ്ഞയക്കുക. അങ്ങനെ അവരെ കൂട്ടത്തിൽ ആളുകൾ മനുഷ്യർക്കിടയിൽ വന്ന് അവിടെ ഫിത്തനകൾ ഉണ്ടാക്കി തിരിച്ചു വരും. അതിൽ ഒരാൾ പറഞ്ഞു, അവൻ വന്നിട്ട് ഫഅൽതു കദാ വകദാ, ഞാൻ ഇവിടുന്ന് പോയി ഇങ്ങനെയൊക്കെ ചെയ്തു പറഞ്ഞു. അപ്പോ ഇബ്ലീസ് പറയണ മറുപടി എന്താ പറയുക? മാ സ്വനാത്ത ഷിജ്, ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരുത്തം വന്നു, സുമ്മേജു അഹദുഹും, അവരെ കൂടെ വേറൊരുത്തം വന്നു. എന്നിട്ട് പറയാണ്, മാ തറക്തുഹു ഹത്താ ഫറഖ്ത ബൈനഹു വ ബൈന ഇംറഅതി, മാ തറക്തുഹു, ഞാൻ അവനെ ഉപേക്ഷിച്ചിട്ടില്ല
ഹത്താ ഫറഖ്തു ബൈനഹു വബൈന ഇംറഅതിഹി, അവന്റെ ഭാര്യക്കും അവനുമിടയിൽ തർക്കം മൂത്ത് അവരെ രണ്ട് കഷ്ണാക്കി മാറ്റാതെ, രണ്ട് ചേരിയാക്കി മാറ്റാതെ ഞാൻ ഓരിടത്ത് നിന്നിട്ട് പോന്നിട്ടില്ല. അപ്പൊ ഇബ്ലീസിന്റെ കൂട്ടാളി പറഞ്ഞു ഫൽ യുദ്നീഹിമിൻ, അപ്പൊ ഓനങ്ങനെ കൂട്ടി പിടിച്ചു, അടുത്തേക്കാണ് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു നിഅമത, എത്ര നല്ല ആളാണ്, ഇജാണ് ഇന്റെ ആള്, ഇജാണ് ആൺകുട്ടി എന്നറിയില്ലേ, ആ വർത്താനം പറഞ്ഞു. ഇമാം മുസ്ലിം റിവായത്തുൽ ഹദീസാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നമ്മൾ വിചാരിക്കും എങ്ങനെയപ്പോഴേ, നമ്മൾ പലപ്പോഴും ആലോചിച്ചെടുക്കുക എങ്ങനെയാണ് ശരീരവും മനസ്സും ഒരുമിച്ച. ദുനിയാവില് നമ്മുടെ ജീവിതത്തിൽ നമ്മോട് ഏറ്റവും അധികം സ്നേഹമുള്ള, ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, എന്തെങ്കിലും ഒരു പനി വന്നു എന്ന് പറഞ്ഞാൽ, തൻ്റെ ഇണക്ക് ചെറിയൊരു വേദന ഉണ്ട് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത മാനസിക പ്രയാസം അനുഭവിക്കുന്ന ഈ ആളുകൾ എങ്ങനെയാണ് ചെറിയൊരു കാര്യത്തിലേക്ക് ഇങ്ങനെ ഷൗട്ട് ചെയ്യണത് ഇത്രയധികം? അതെ, അത് മറ്റേയാളുടെ സ്വാധീനം നമ്മുടെ മനസ്സിലുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. ഇനി അത് പറയാൻ ഓർമ്മയില്ലെങ്കിൽ ഓർമ്മയുള്ള ആളെന്ത് ചെയ്യണം? നിങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാടി എന്ന് ഭാര്യ ഭർത്താവിനോട് പറയണം, ഭർത്താവ് ഭാര്യയോട് പറയണം, ഒന്ന് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഇന്നങ്ങൾ അങ്ങനെ ഔദു ചൊല്ലിക്കണ്ട, അങ്ങനെ പറയാൻ പറ്റുമോ? എന്നെ അങ്ങനെ ഔദു ചൊല്ലിക്കണ്ട, ഇജിപ്പൊ എന്നെ ശൈത്താനാക്കുക അല്ലേ, എന്റെ മേലെ ശൈത്താൻ കൂടിയില്ലേ? ഇല്ല, അങ്ങനെ ഒന്നും പറയണ്ട. ഇത് ആരാ പറയണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. രണ്ടാളിങ്ങനെ തർക്കിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്, എനിക്കൊരു കലിമത്ത് അറിയാം, അത് അവർ പറഞ്ഞാൽ അവരുടെ തർക്കം അവിടെ അവസാനിക്കുന്ന. സഹോദരങ്ങളെ, ഇത്രയധികം സ്നേഹിക്കുന്ന ആളുകൾക്കിടയിൽ ഇങ്ങനെ ഒരു തർക്കത്തിന്റെയോ ഈ രൂപത്തിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പറച്ചിലിന്റെയോ ഒരാവശ്യമില്ല. ആരെങ്കിലും ആലോചിച്ചു, ആരോടാ നമ്മൾ തർക്കം കൂടുന്നത്? രാത്രി നമ്മോടൊപ്പം കിടക്കുന്ന, നമുക്ക് വേണ്ടതെല്ലാം നൽകുന്ന, നമുക്ക് വേണ്ട സംരക്ഷണങ്ങൾ നൽകുന്ന, നമുക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി ഭക്ഷണം കൊണ്ടുവരുന്ന, ഭക്ഷണം വേവിച്ചു തരുന്ന ഈ ഇണകൾ തമ്മിൽ ഞാനാ വലുത് എന്ന് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇനി ഒരാൾ അല്പം താന്നു കൊടുത്താൽ അയാളാണ് ഉഷാറ്, താന്നു കൊടുക്കുന്നവരാണ്, വിനയം കാണിക്കുന്നവരാണ് ഉഷാറ്. കിബിർ കാണിച്ച് ഞാൻ വലുത്, എന്റെ തീരുമാനം, ഞാൻ തീരുമാനിച്ചത് എന്ന് പറയുന്നവനല്ല ഉഷാറ് എന്ന്. അത് ഇസ്ലാമിൽ അള്ളാഹു ഹുസ്നുൽ ഖുൽഖ്, നല്ല പെരുമാറ്റത്തിൽ സൽസ്വഭാവത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. ആളുകളുടെ മുമ്പിൽ, പ്രത്യേകിച്ച് ഭാര്യമാരുടെ, നോക്ക്, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും വലിയ ഈമാനും വലിയ കിബറും അതിനേക്കാളും വലിയ ആളാണോ നമ്മൾ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ തൊട്ടാൽ ഒരു വീട്ടിൽ നിന്ന്, മറ്റു ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഒരു പാത്രത്തിൽ കുറച്ച് കറി കൊണ്ടുവന്നപ്പോ ആയിഷാബി അതോട് തട്ടി. നമുക്കറിയാവുന്ന ചരിത്രമല്ലേ. എന്താ നമ്മൾ മനസ്സിലാക്കിയ പ്രവാചകനെയും ദീനിനെയും കുറിച്ച്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നിട്ട് കൊണ്ടുവന്ന ആളോട് പറയാ, എന്റെ ഉമ്മാക്കിന്ന് വലിയ ദേഷ്യാട്ടോ, സാരാക്കണ്ട. ആ റസൂലുള്ള തുറിച്ചൊരു നോട്ടവും കൂടി നോക്കിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് പറഞ്ഞു, ആയിഷ, പിന്നെ പൊട്ടിയ പാത്രം ഉണ്ടല്ലോ, അതിന് പകരം എൻ്റെ അടുത്തുള്ള കൊടുത്താലോ എന്നാ പറഞ്ഞത്. അപ്പൊ ഇത് ഭാര്യയുടെ മുമ്പിൽ താന്നു കൊടുത്തതാണോ? അതാണ് വിവേകം, അതാണ് വിവേകം. ഭാര്യയുടെ മുമ്പിൽ താന്നു കൊടുക്കുക എന്നല്ല അതിന് പറയാം. മറിച്ച് അള്ളാഹുവിന്റെ റസൂലിനെ പിന്തുടരുകയും അവിടെ വിവേകത്തോടുകൂടെ പെരുമാറുകയും പ്രതിഫലാർഹമായ ഒരു സൽക്കർമ്മം പ്രവർത്തിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു കുടുംബജീവിതത്തെ കുറിച്ച് ആലോചിച്ചു. ശൈത്താൻ പിന്നെ അവിടെ നിൽക്കുമോ? വല്ല എന്നാലും ഇടക്കിടക്ക് ചൊറിച്ചിൽ വരും, ചെറിയ കാര്യം മതിയാവും. അപ്പോ അത് നമ്മൾ ശ്രദ്ധിക്കണം. കുടുംബത്തിൽ കലഹം ഉണ്ടാക്കുക എന്നവന്റെ പണിയാണ്. അതുപോലെ തന്നെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് വളരെ ഗൗരവത്തോട് ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യമാണ്, ശൈത്താൻ നമ്മൾ ഇടപെടുന്ന മറ്റൊരു സന്ദർഭമാണ് മരിക്കാൻ കിടക്കുമ്പോൾ. മരിക്കാൻ കിടക്കുമ്പോൾ നമ്മളെ ദീനിനെ തെറ്റിക്കാൻ നോക്കും. അതുകൊണ്ട് തന്നെ മരിക്കാൻ കിടക്കുമ്പോൾ ദീനിനെ തെറ്റിക്കാൻ പാടില്ല എന്നുള്ളതിന് നമ്മൾ വളരെ കരുതലോടെ നിലനിൽക്കുകയും അതിനുവേണ്ടി നമ്മളൊരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹരീം. ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങളത് എഴുതിയെടുക്കണം. اللهم إني أعوذ بك من الهدم وأعوذ بك من الترداء وأعوذ بك من الغرق والحرق والهرم وأعوذ بك أن يتخبطني الشيطان عند الموت. ഷെയ്ത്താനെ കുറിച്ച് ഒരുപാട് ഘട്ടങ്ങളിലുള്ള
അല്ല ഷെയ്ത്താനെ കുറിച്ചുള്ള ഒരു ഇസ്തിആദത്താണ്, ശരണം തേടാൻ. ഷെയ്ത്താനെ കുറിച്ച് മാത്രമല്ല, മറിച്ച് ഹദ്മ്, ദീനിന്ന് അല്ലാഹുവിനി അഊദു ബിക്കൽ ഹദ്ം വഅഊദു ബിക്കൽ തർദ വഅഊദു ബിക്കൽ ഗർഖി വൽ ഹരിഖി വൽ ഹരിമി. വാർദ്ധക്യത്തിന്റെ അങ്ങേ അറ്റത്തുക, ആ രൂപത്തിലൊരു ദീർഘമായ ഒരു ആയുസ്. അതുപോലെ തന്നെ തീ പിടിക്കുക, അല്ലെങ്കിൽ ബോംബോ മറ്റൊക്കെ പൊട്ടിത്തെറിച്ച് മരിക്കല്ല, തീ പിടിച്ച് മരിക്കുന്നതിന്, കരിഞ്ഞു മരിക്കുന്നതിന്. അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങി മരിക്കുക. ഇതിനെ തൊട്ടൊക്കെ എന്നോട് ശരണം തേടുന്നു ഞാൻ. അതുപോലെ തർദ, ദീനിനെ തൊട്ട് വിട്ടുപോകുന്നതിനെ കുറിച്ച്, ദീനിന്ന് വ്യതിചലിച്ചു പോയി ഇസ്ലാമിന്ന് പുറത്തു പോകുന്നതിനെ കുറിച്ച് എന്നോട് ശരണം തേടുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ തലയിൽ കൂടെ വന്ന് വീണിട്ട് നമ്മൾ മരിക്കുന്നതിനെ കുറിച്ച്, മിനൽ ഹദം, ബിൽഡിങ് പൊട്ടിക്കുക അല്ലെങ്കിൽ വേക്കുന്ന അടിയിട്ട് മരിക്കുക, ആ കോലത്തിലൊക്കെ അത്തരം ഒരു അപ്രതീക്ഷിതമായ രൂപത്തിലൊരു ആക്സിഡന്റ്. അതുപോലെ തന്നെ പിന്നെ പറയുന്ന മൂന്നാമത്തെ ഭാഗം നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മരണസമയത്ത് ഷെയ്ത്താൻ എന്നെ കീഴ്പ്പെടുത്തുക, അവന്റെ ഇഷ്ടത്തിന് വഴങ്ങി ഇസ്ലാമിന് നിരക്കാത്ത വല്ലതും എൻ്റെ അടുത്ത് ഉണ്ടാവുക. അത്തരം ഒരു സാഹചര്യത്തിന് പടച്ചോനെ ഞാൻ നിന്നോട് ശരണം തേടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജീവിതത്തിന്റെ അവസ്ഥകൾ വരെ നല്ല ഉഷാറായിട്ട് നിസ്കരിച്ച് ഖുർആൻ ഓതി ഇങ്ങനെ പോവും. പക്ഷെ എന്തെങ്കിലും ഇതിൽ ആണ് വന്നാല് ബോധം ഉണ്ടാവും. ഹോസ്പിറ്റലായി പിന്നെ ഒതു കൊടുക്കാൻ വെള്ളമല്ല, നിസ്കരിക്കാൻ അവിടെ വൃത്തിയില്ല, നമുക്ക് ഖുർആൻ ഓതാനേ ഒതുമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത റസൂലും അള്ളാഹു സുബ്ഹാനഹു വ തആലയും പഠിപ്പിച്ചിട്ടില്ലാത്ത കുറെ നിബന്ധനകൾ ഇസ്ലാമിക അനുഷ്ഠാന ആചാരങ്ങളിലേക്ക് നമ്മൾ സ്വന്തം കൊണ്ടുവരിക. നമ്മൾ കൊണ്ടുവന്നല്ല, ആരോ പറഞ്ഞ് നമ്മളെ തലയിൽ കയറ്റിയതാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. ഈ രൂപത്തില് ഇസ്ലാമിന്ന് അകന്നു നിന്നുകൊണ്ടുള്ള ഒരു ശൈത്വാനീയത്തിനെ കീഴ്പ്പെട്ടുകൊണ്ടുള്ള ഒരു മരണം, അതിന് രക്ഷ തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ സഹോദരങ്ങളെ, നമ്മൾ ഈ ശൈത്വാൻ എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരാളെ ശത്രുവായി നമ്മൾ കാണുന്നെങ്കിൽ നമ്മൾ കാണേണ്ട ഒരു സൃഷ്ടിയാണ് ഈ ശൈത്വാൻ. അവന് നമ്മൾ എന്ത് ചെയ്യണം, ശരണം തേടണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ശൈത്വാനെ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല, ശൈത്വാനെ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ടതില്ല. എങ്ങനെ? സ്വഹാബത്താറും ഷെയ്ത്താൻ, ചില ആൾക്കാർക്ക് അവിടെ ജിന്നുണ്ട്, അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. ഏതെങ്കിലും പെരയില് അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ ജിന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര പേടിയാണ്, അല്ലെ? അല്ലെങ്കിൽ രാത്രി ജിന്ന് വരും. ഏതെങ്കിലും ആൾക്കാർ അങ്ങനെയാണ് ആൾക്കാരെ പേടിപ്പിക്കുക, എന്നിട്ട് അവർക്ക് അവിടെ കാശൊപ്പിക്കുക. ജിന്ന് വരും. ജിന്ന് എന്താ അവനെ വിഴുങ്ങാൻ വരുന്ന സാധനമാണ്? അല്ല, ഒരു പ്രശ്നമില്ല കേട്ടോ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഭയങ്കര രസമാണ് ഹദീസിലൂടെ ഷെയ്ത്താനുമായി ബന്ധപ്പെട്ട് റസൂൽ പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ നമ്മൾ പോവുകയാണെങ്കിൽ കാണാൻ കഴിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബിന്റെ കൂടെ അങ്ങ് നടന്നു പോവാൻ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്വഹാബിയുടെ വാഹനം, ഒട്ടകം, അത് കുറച്ച് സ്പീഡ് കുറഞ്ഞുപോയി. അപ്പൊ പറഞ്ഞു, താഴ്സ ഷെയ്ത്താൻ, ഈ ചെകുത്താൻ വല്ലാത്തൊരു സാധനം, സ്പീഡും ഇല്ല. അങ്ങനെ പറയില്ല. നമ്മളെ വാഹനത്തിലൊക്കെ പോകുമ്പോൾ വണ്ടി ടയർ പഞ്ചറാവുക, ഇതാവുക, എന്തെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ അത് പണ്ടാറടങ്ങാം എന്ന് പറയില്ലേ? അതുപോലൊരു പ്രയോഗമാണ് അറബികൾ ഉപയോഗിക്കുന്നത്. ഇത് വല്ലാത്തൊരു ചെകുത്താന്റെ ഏർപ്പാട് എന്ന് പറയുന്ന രൂപം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഫ്അൽ, നീ അങ്ങനെ ചെയ്യരുത്, നീ അങ്ങനെ പറയരുത്. നീ അങ്ങനെ പറഞ്ഞാൽ ഫൈനഹു യതആലമു ഇദാ ഖുൽത ദാലിക് ഹത്താ യസീറ മിസ്ലൽ ജബൽ, ഷെയ്ത്താൻ ഇങ്ങനെ വലുതാവും. വലുതാവെന്ന് പറഞ്ഞാൽ അവനിങ്ങനെ കിബറ് കൂടി, ഞാൻ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തവനാണ്, എനിക്ക് ഇതിപ്പോ എന്റെ കഴിവാണ്, കണ്ടോ അവന്റെ പ്രവാചകനായിട്ട് അവൻ പോണ സമയത്ത് അവന്റെ യാത്ര മുടക്കാനും അവരെ പിന്നെ ലക്ഷ്യത്തിലെ സമയത്ത് എത്തിക്കാതിരിക്കാനൊക്കെ ഞാൻ ശ്രമിച്ചപ്പോൾ കഴിഞ്ഞു, അല്ലെ? അതുപോലെ തന്നെ നമ്മൾ പള്ളിക്ക് പോണ സമയത്താണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യത്തിന് പുറപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് ഒരു പ്രയാസം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഓൻ എന്ത് ചെയ്യും? സ്വയം വലുതാവും. ആ സമയത്ത് ശൈത്താൻ പറയും, ബി ഖുവ്വതി സ്വറാത്തുഹു, ബി ഖുവ്വതി, എന്റെ ശക്തി, എന്റെ ബലം, എന്റെ കഴിവാണ് എന്നിങ്ങനെ പറയും. അതുകൊണ്ട് നീ എന്തെങ്കിലും ഒരു എടാകൂടെ ഒന്ന് നമ്മൾ സാധാ ഭാഷയെ പറയും, എന്തെങ്കിലും ഇത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എന്ത് പറയണം? ഇദാ ഖുൽതു, നീ ഇങ്ങനെ പറഞ്ഞാൽ ബിസ്മില്ലാഹ്, ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞാൽ തസാഗറ ഹത്താ യകൂന മിസ്ല ദുബാബ്, ഒരു ഈച്ചയെ പോലെ ചെറുതായി പോവും, അവന്റെ ശക്തിയൊക്കെ ക്ഷയിച്ചു പോയി.
അപ്പൊ നമുക്കിങ്ങനെ തോന്നുകയാണ് എന്തെങ്കിലും പ്രശ്നം ഇത് വല്ല ഈ ഒരു ശൈത്താന്റെ ഒരു ഉപദ്രവമാണ് അങ്ങനെയൊക്കെ തോന്നിയാൽ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ മതി, ഓനെ കൊണ്ടൊന്നിനും കഴിയില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ മതി, ഒന്നിനും കഴിയില്ല. അപ്പൊ അത്രയും നിസ്സാരമായൊരു സാധനമാണത്, അത്രയും നിസ്സാരാണ്. അതുകൊണ്ട് ഈ സാധനത്തിന്റെ അസ്തിത്വത്തെ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമില്ല. വീണ്ടും പറയാണ്, ആരെങ്കിലും ജിന്നുണ്ടെങ്കിൽ ആ ജിന്ന് അവിടെ ഉണ്ടായിക്കോട്ടെ, എനിക്ക് എന്റെ വീട്ടിൽ കടന്നുറങ്ങണമെന്ന് പറയാം. ആ ജിന്ന് പോയാലേ ഞാൻ കടന്നുറങ്ങുള്ളൂ എന്ന് പറയണ്ട. അപ്പൊ നിങ്ങൾ പറയും ആ ജിന്ന് ഇങ്ങനെ എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയിട്ടല്ലോ, ഇവിടെ കൊണ്ടുപോയിട്ടല്ലോ. അള്ളാഹിനോട് ശരണം തേടിയിട്ടില്ല, ആയത്തുൽ കുർസി ഓതിയിട്ടില്ല, മുഅവ്വിദാത്തുകൾ ഓതിയിട്ടില്ല, റബ്ബിനോട് പ്രാർത്ഥിച്ചില്ല. പിന്നെ എങ്ങനെ അള്ളാഹിന്റെ സംരക്ഷണം കിട്ടൂല. അള്ളാഹിന്റെ സംരക്ഷണം കിട്ടണമെങ്കിൽ സംരക്ഷണത്തിനായി അള്ളാഹു നിശ്ചയിച്ചു തന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഉറങ്ങിക്കിടക്കുമ്പോൾ ആമൻ റസൂലും ആയത്തുൽ കുർസിയും മുഅവ്വിദാത്തുകളൊക്കെ ഓതുക, എന്നിട്ട് ദിക്റുകൾ ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലുക. ഒരു ജിന്നും ഒരു ശൈത്താനും ഒരാളും നിങ്ങൾ അടങ്ങാറാക്കാൻ വരില്ല. രാവിലെയും വൈകുന്നേരം ചില ദിക്റുകൾ ചൊല്ലി ഒരു ജിന്നും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. അതുകൊണ്ട് അവരങ്ങനെ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യവും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അതെന്താ, ശൈത്താനോടുള്ള നമ്മുടെ നിലപാട് എന്തായിരിക്കണം. അവൻ പറഞ്ഞല്ലോ പരമവഞ്ചകനൻ. അതുകൊണ്ട് അള്ളാഹു നമ്മോട് പറഞ്ഞു, ഇന്ന ശൈത്വാന ലക്കും അദുവൻ ഫത്തഖിദൂഹു അദുവാ. ശൈത്വാൻ നിങ്ങളെ ശത്രുവാൻ. ശൈത്വാനി നമ്മളെ ഉണ്ടാക്കിയ റബ്ബ് നമ്മോട് പറയാണ് നിങ്ങളെ ശത്രു, ആജീവനാന്ത ശത്രു എന്നൊക്കെ നമ്മൾ പറയും. അതാരാണ്? ശൈത്വാൻ. അതുകൊണ്ട് ഫത്തഖിദൂഹു അദുവാ, അവനെ ശത്രു ആയിക്കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. അവനെ ശത്രു ആയിക്കൊണ്ട് തന്നെ നിങ്ങൾ സ്വീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് നമ്മോട് പറയാം. എന്നിട്ട് അല്ലാഹു നമ്മോട് പറയണം, യാ ബനി ആദം, ആദമിന്റെ ലാ യഫ്തിനന്നകുമുശ് ശൈത്വാനു മാ അഖ്റജ അബവൈകും മിനൽ ജന്ന. സ്വർഗ്ഗത്തിൽ നിന്ന് മാതാപിതാക്കളെ ശൈത്വാൻ പുറത്താക്കിയതുപോലെ നിങ്ങളെയും അവൻ ഫിത്നയിലകപ്പെടുത്താതിരിക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ശൈത്താൻ വിചാരിച്ചാൽ നടക്കുന്ന കാര്യം ഏറ്റവും ഗുരുതരമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ അപകടം അതെന്താ? സ്വർഗം നഷ്ടപ്പെടുകയാണ്. ആ സ്വർഗം നഷ്ടപ്പെടാനുള്ള കാര്യങ്ങൾ ശൈത്താൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ആലിമാണെങ്കിലും ശരി, പഠിതാവാണെങ്കിലും ശരി, ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ശൈത്താൻ ഏറ്റവും വലിയ കാര്യം സ്വർഗത്തിലേക്ക് മനുഷ്യന്മാരെ പ്രവേശിപ്പിക്കാതിരിക്കാതാണ്. അതിനേക്കാളും വലിയൊരു സംഭവമല്ല. അപ്പൊ തെറ്റുകൾ ചെയ്യാൻ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹ് പറയാണ്, ശൈത്താൻ നിങ്ങളെ മാതാപിതാക്കളെ ഹവ്വാ റളിയല്ലാഹു അൻഹയെയും അതുപോലെ തന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും സ്വർഗത്ത് നിന്ന് പുറത്താക്കി. എന്തേ? അവരെ മനസ്സിൽ വിശ്വാസിട്ട് കൊടുത്തു. അള്ളാഹിന്റെ കൽപ്പനകൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. അള്ളാഹിന്റെ കൽപ്പനകൾ സ്വീകരിക്കാൻ തയ്യാറായ അവരുടെ മനസ്സിൽ വിശ്വാസം ഉണ്ടാക്കിയ കൽപ്പന ധിക്കരിപ്പിച്ചു. ഈ ഒരു കഴിവ്, ഇതിനുള്ളൊരു സ്വാതന്ത്ര്യം അള്ളാഹ് കൊടുത്തിട്ടുണ്ട് പിശാചിന്. അവനത് കൊടുത്തപ്പോ തന്നെ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവോട് ഇസ്തിആദത്ത് നടത്തുക. ഈ ശൈത്താനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ശരണം തേടണം. എന്നാ ഇവനെ നിങ്ങളെ പ്രയാസപ്പെടുത്തൂല. ആ ശൈത്താൻ പറഞ്ഞൊരു വർത്താനുണ്ട്, അള്ളാഹുവെ നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ അവർക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുക തന്നെ ചെയ്യും, കുത്തിയിരിക്കുക ചെയ്യും. ഞാൻ അവിടെ ഇരിക്കും. എവിടെ? അവർക്ക് വേണ്ടി, ലഹും നമുക്കൊക്കെ വേണ്ടിയിട്ടിരിക്കും. എവിടെ ഇരിക്കുക? സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ ഇസ്ലാമിന്റെ വഴി, സ്വർഗത്തേക്ക് പോണ വഴി. നമ്മളിങ്ങനെ നിസ്കരിച്ച് നോമ്പൊക്കെ എടുത്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോ ആ വഴിയിലിരിക്കും. എന്നിട്ട് നമ്മളെ പഠിപ്പിക്കും. എന്നിട്ട് ശൈത്താൻ പറയാൻ, ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. ثم لآتينهم ഞാൻ അവരുടെ അടുക്കലേക്ക് വരിക തന്നെ ചെയ്യും. മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം, അവരുടെ മുൻഭാഗത്തിലൂടെയും അവരുടെ പിൻഭാഗത്തിലൂടെയും, വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം, അവരുടെ വലതുഭാഗത്തിലൂടെയും അവരുടെ ഇടതുഭാഗത്തിലൂടെയും ഞാൻ അവരുടെ അടുക്കലേക്ക് ചെല്ലും. എന്നിട്ടോ വലാ തജിദു അക്സറഹും ശാകിരീൻ,
പടച്ചോനെ, അവരിൽ നിന്റെ സൃഷ്ടികളായ നീ ആദരിച്ച മനുഷ്യന്റെ ആദമിന്റെ മക്കൾ അവരിൽ അധികം ആളുകളെയും നിനക്ക് ശുക്ർ ചെയ്യുന്നവരായി കണ്ടെത്തുകയില്ല നാഥാ. സത്യല്ലേ? സത്യല്ലേ? ലോകത്ത് 730 കോടി ജനങ്ങളുണ്ട്. ഇതിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് പടച്ച റബ്ബിന്റെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയ ആളുകൾ എത്രയാ? വളരെ കുറച്ചേ ഉള്ളൂ. ഇനി നമ്മളിലേക്കൊന്ന് വരാം. മുസ്ലിങ്ങൾ എത്രയോ മുസ്ലിങ്ങളുണ്ട്. അതിൽ നമ്മളൊക്കെ ഈ ശൈത്താന്റെ ഒരു പിടുത്തത്തിൽ പെടാത്തവരാന്ന് പറയാൻ കഴിയുമോ നമുക്ക്? ഇല്ല, നമ്മളെ കൊണ്ട് പറയാൻ കഴിയില്ല. അത് പറയാൻ കഴിയും എപ്പോന്നറിയോ? പടച്ചോനെ, ഞാൻ പെട്ടുപോയിട്ടുണ്ട്, നീ എനിക്ക് പുറത്തുണ്ടാന്ന് പറയുമ്പോൾ ഒരു ഹദീസിൽ റിവായത്തിൽ കാണാൻ കഴിയും. ആ ഹദീസിന്റെ സിഹത്ത് ഞാൻ ഓർക്കണില്ല, വായിച്ചൊരു ഓർമ്മയാണ്. എന്ന് പറഞ്ഞാല് പിശാജ് അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹ് നിന്റെ അടിമകളെല്ലാം ഞാൻ വഴിപിഴപ്പിക്കില്ല, ഓവി എന്നഹും, അവരെല്ലാവരെയും ഞാൻ വഴിപിഴപ്പിക്കുന്നു പറഞ്ഞു. അപ്പൊ അള്ളാഹ് പറഞ്ഞു, നീ വഴിപിഴപ്പിച്ചോ, എന്തായാലും ഞാൻ അവർക്ക് അവരെനിക്ക് എന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നിടത്തോളം കാലം ഞാൻ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. അവരെന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നിടത്തോളം കാലം അവർ ശൈത്താൻ നമ്മളെ ഭയക്കും, റബ്ബിനോട് ആത്മാർത്ഥമായി പൊറുക്കലിനെ തേടും. അപ്പൊ പിഴച്ചു പോകാത്തൊരു മനുഷ്യൻ ഭൂമിയിലില്ല. എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടാവും. ചിലപ്പോൾ മാരകമായ തെറ്റേക്കും, ചിലപ്പോ അത്ര മാരകമാവൂല, ചെറിയ തെറ്റുകൾ. എന്തായാലും തെറ്റ് ചെയ്യാത്ത ഒരാളുമില്ല. അങ്ങനത്തെ തെറ്റുകൾ അള്ളാഹുവിനോട് നമ്മൾ പൊറുക്കലിനെ തേടിയാൽ നമുക്ക് സ്വർഗത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു കയറാം. അതുകൊണ്ട് സഹോദരങ്ങളെയും വളരെ ഗൗരവത്തോടുകൂടെ, വളരെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. ഈ പിശാച് ഇവൻ നമ്മളെ എല്ലാ നിലക്കും വഴിപിഴപ്പിക്കാനും നമ്മളെ സ്വർഗത്തിന് അകറ്റാനും വേണ്ടിയാണ് ഇവന്റെ എല്ലാ ശ്രമങ്ങളും. അതുപോലെ തന്നെ മറ്റൊരു സമയം ഇപ്പൊ നമ്മൾ പറഞ്ഞു വളരെ ദുർബലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേറൊരു സമയം ഇവൻ നമ്മെ വഴിപിഴപ്പിക്കുക നമ്മളെ ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധത്തിന്റെ സമയത്താണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ നമ്മൾ പറഞ്ഞു, അള്ളാഹുമ്മ ജന്നിബി ശൈത്വാന വജന്നിബി ശൈത്വാൻ മർസഖ്തന. അള്ളാഹുവെ, ഞങ്ങളെ തൊട്ടും ഞങ്ങൾക്ക് നീ നൽകാനിരിക്കുന്ന സന്താനമുള്ള അതിനെ തൊട്ടും ശൈത്താൻ അകറ്റി നിർത്തണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. വീട്ടിൽ കയറുമ്പോ ഈ ശൈത്താനെ തൊട്ട് ശരണം തേടാൻ പറഞ്ഞു. അതുപോലെ തന്നെ ദേഷ്യം വരുന്ന സമയത്ത് പറഞ്ഞു, മരിക്കണതിന്റെ സമയത്തൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ജീവിതത്തിൽ നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാ സമയങ്ങളിലും ശൈത്താനെ കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, മുഹമ്മദേ, നീ പറയണം. എന്താ പറയേണ്ടത്? ഖുൽ, പറയുക പ്രവാചകരെ. ഇനിയൊരു പ്രാർത്ഥന പഠിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ആ പ്രാർത്ഥന നമുക്ക് പറഞ്ഞു. നമ്മളും നമ്മുടെ പ്രാർത്ഥനയിൽ നിരന്തരമായി ശ്രദ്ധിക്കേണ്ട ഒരു പ്രാർത്ഥനയാണത്. ഇതാണ് ആ പ്രാർത്ഥന. കാണുന്നുണ്ടല്ലോ അല്ലെ? വഖുൽ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. സൂറത്തുൽ മുഅ്മിനൂന്റെ 97, 98 ആയത്തുകളാണ്. നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട ഒരു വാക്ക്, എപ്പോഴും പ്രാർത്ഥിക്കണം. ഈ പിശാച് നമ്മളെ വഴിപിഴപ്പിക്കാൻ കുറിച്ച് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. ഖുൽ, പറയുക പ്രവാചകൻ. നബിയോട് പറയാൻ വേണ്ടി പറയാം. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും നബിയെ നിങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താ? അതൊന്ന് കാണാതെ പഠിക്കുക. സൂറത്ത് മുഅ്മിനൂന്റെ 97, 98 ആയത്തുകൾ. എന്നിട്ട് നമ്മൾ പറയാം, റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ, എന്റെ രക്ഷിതാവേ, പിശാചുകളുടെ ദുർബോധനങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു. വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ, റബ്ബേ, അവൻ എന്നിൽ ഹാദിറാവനെ കുറിച്ചും ഞാൻ നിന്നോട് ശരണം തേടുന്നു. എന്റെ ജീവിതത്തിൽ ഇടപെടുന്നതിനെ കുറിച്ച് പടച്ചോനെ നീ എനിക്ക് അഭയം നൽകണേ എന്ന് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടെ, വളരെ താല്പര്യത്തോടുകൂടെ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്
പിശാജ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട, അറിയേണ്ട ഒന്നാണ്. ആവശ്യമില്ലാതെ പേടി കൊണ്ട് നടക്കല്ല, മറിച്ച് അവന്റെ എല്ലാ കുതന്ത്രങ്ങളെ കുറിച്ചും ബോധവാന്മാരായി ഉള്ളൊരു ജീവിതമാകുമ്പോൾ നമുക്ക് വല്ലാത്ത ആസ്വാദ്യകരമായ ഒരു ജീവിതത്തിന് നമുക്ക് കഴിയും. ടെൻഷൻ ഉണ്ടാവില്ല, കാരണം എല്ലാം അള്ളാഹ്ക്ക് തവക്കുലായിട്ട്. അതുപോലെ തന്നെ എല്ലാം അള്ളാഹ് ശരിയാക്കി തരുന്നുള്ള ബോധം. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും ആവശ്യമില്ലാത്ത വാക്കുകളും വർത്തമാനങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കും. അതുപോലെ എന്തെങ്കിലും ഒരു പ്രയാസം തോന്നുന്ന ഉടനെ അള്ളാഹുவோട് ഇസ്തിആദത്ത് ചെയ്യുക, പടച്ചോൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാ. ഇങ്ങനെ പൈശാചികമായ ഉപദ്രവങ്ങൾ, അതിൽ നിന്നുള്ള ഒരു സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. അപ്പൊ പിശാച് എന്താ നമ്മൾ മനസ്സിലായി. ഇനി അവസാനമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പിശാചിനെ സംബന്ധിച്ചിടത്തോളം അവന് ഇഷ്ടമുള്ള രൂപത്തിൽ രൂപം മാറാൻ പറ്റുമോ എന്നുള്ളതാണ്. അള്ളാഹു ചില രൂപത്തിലൊക്കെ രൂപം മാറാനുള്ള കഴിവ് പിശാചിന് കൊടുത്തിട്ടുണ്ട്. എല്ലാ രൂപത്തിലും പിശാച് രൂപം മാറുമെന്ന് നമുക്കറിയില്ല. എന്നാൽ മനുഷ്യരൂപത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പല രൂപങ്ങളിലും പിശാച് വന്നിട്ടുണ്ട്. പാമ്പിന്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയാം. അല്ലെ നമുക്ക് കണ്ടാൽ മനസ്സിലാവോ? ഒരു നായനെ കണ്ടു, ഒരു പൂച്ചനെ കണ്ടു, ഒരു പാമ്പിനെ കണ്ടു, ഇത് ശൈത്താനാന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരു നിർവാഹവും ഇല്ല. അത് നബിക്കേ അറിയുള്ളൂ, ഒരു സ്വഹാബിക്ക് പോലും അറിയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഈമാൻ എത്രയാ? അദ്ദേഹത്തിന് മനസ്സിലായോ അദ്ദേഹം പിടിച്ച ആ ആള് ശൈത്താനാണെന്നുള്ളത്, പിശാച്ചാണ്, ഇബ്ലീസ് ആണെന്നുള്ളത്? ഇല്ല. അപ്പോ ഒരാൾക്കും ഇത് ശൈത്താനാണ്, ഇത് ജിന്നാന്ന് പറയാനോ മനസ്സിലാക്കാനോ കഴിയില്ല. എന്നാൽ ഇവർക്ക് അള്ളാഹിന്റെ അനുമതി പ്രകാരം ചില സമയങ്ങളിൽ അവരല്ലാത്ത മറ്റേതെങ്കിലും ജീവജാലങ്ങളുടെ രൂപത്തിൽ വരാൻ പറ്റും. സുറാഖത്ത് ബിൻ മാലിക് എന്ന ഒരാളുടെ രൂപത്തിൽ ബദർ യുദ്ധത്തിൽ വന്നു. അതുപോലെ തന്നെ സ്വപ്നത്തിൽ വരാൻ പറ്റും. സ്വപ്നത്തിൽ നമുക്ക് സ്വപ്നം കാണിച്ചു തരാൻ പറ്റും. വൃത്തികെട്ട വേണ്ടാത്ത സ്വപ്നങ്ങൾ ഇപ്പം കാണിച്ചു തരും. അപ്പൊ എന്തായിരുന്നാലും ശരി, അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ മെയിൻ ഉദ്ദേശം, മെയിൻ ലക്ഷ്യം മനുഷ്യനെ സ്വർഗത്തു നിന്ന് മാറ്റി നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും. അപ്പോൾ നമുക്കിടയിലുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ, ഇപ്പോൾ നമ്മളൊരു സംഘം ആളുകളാണെങ്കിൽ ആ സംഘത്തിനിടയിൽ ആവശ്യമില്ലാത്ത കുത്തിത്തിരിപ്പുകൾ ഉണ്ടാവും. അപ്പൊ ഒരുത്തൻ പറയും ഭാരത്, അപ്പൊ ഇതൊക്കെ ശൈത്താൻ വസ്വാസം ഉണ്ടാക്കും. ഇവിടെയൊക്കെ നമ്മൾ എന്താ ഉടനെ പറയാം നമ്മുടെ പ്രാർത്ഥന, എന്ത്? റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ വ അഊദു ബിക അൻ യഹ്ദുറൂൻ. സൂറത്ത് മുഅ്മിനൂനിലെ 97-98 വചനങ്ങൾ. അപ്പോ ഈ രൂപത്തിൽ സഹോദരങ്ങളെ, ശൈത്താനെ നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അള്ളാഹുവുമായി കൂടുതൽ ബന്ധം പുലർത്താനും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവേ, ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റബ്ബേ. ഈ പൈശാചികമായ ഇടപെടലുകളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.